കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം തുടർമനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുകയത്ത് വെച്ച തുരുത്തി എന്ന വിഷയത്തെക്കുറിച്ച് വീണ്ടും ധ്യാനിപ്പാനായി ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. നാം ചിന്തിച്ച് അവസാനിപ്പിച്ച വിഷയം ദൈവദാസിയായ ഹാഗാർ ബേർശേബ മരുഭൂമിയിൽ തുരുത്തിലെ വെള്ളം കോരി മകന് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന രംഗമാണ്. മരണത്തെ മുമ്പിൽ കാണുന്ന ഇസ്മായേലിന്റെ ജീവിതത്തിൽ ആ വെള്ളം അവന്റെ വായിൽ ഒഴിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ ജീവൻ പ്രാപിപ്പാനൊക്കെയായി. അങ്ങനെയാണെങ്കിൽ വെള്ളം ജീവിപ്പിക്കുന്ന വെള്ളമാണ്, ജീവജലമാണ് ഈ തുരുത്തിൽ നിന്ന് പകരപ്പെട്ടത് എന്ന് കാണാനായി സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതയാത്രയിൽ ഈ തുരുത്തിൽ നിന്ന് നമ്മെ ജീവൻ നൽകുന്ന ഒരു വെള്ളം പുറപ്പെടുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. തിരുവചനത്തിലേക്ക് നാം നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ അവിടെ വായിപ്പാനായി സാധിക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്ന കാര്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹാഗാറിന്റെ തുരുത്തിയിലെ വെള്ളം ഇസ്മായേലിനെ ജീവിപ്പിച്ചതുപോലെ നമ്മിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവകൃപ, നമ്മിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവിക സന്തോഷം അനേകരെ ജീവിപ്പിപ്പാന്നൊക്കെ കാരണമായി തീരും. നമ്മുടെ വാക്കുകൊണ്ട് അനേകരെ ചൈതന്യം പ്രാപിപ്പാനിടയാകും. നമ്മുടേതായിരിക്കുന്ന ജീവിതം കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവാ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ദാസിയായിരിക്കുന്ന ഹാഗാർ ആ തുരുത്തിയിൽ വീണ്ടും വെള്ളം നിറച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ നഷ്ടപ്പെട്ട കൃപകളും നഷ്ടപ്പെട്ട പ്രാർത്ഥനയും നഷ്ടപ്പെട്ട ഉപവാസവും എല്ലാം വീണ്ടും തിരികെ പ്രാപിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാൻ, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളാക്കി മാറ്റുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. ഇവിടെ നോക്കുക, ദൈവദാസിയായിരിക്കുന്ന ഹാഗാർ മരുഭൂമിയിൽ നിലവിളിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ലാത്ത സ്ഥാനത്താണ് അവൻ ദൈവത്തോട് നിലവിളിപ്പാന്നൊക്കെ കാരണമായി തീർന്നത്. യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ലാത്ത സാഹചര്യം, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യം, എന്നാൽ നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ നമ്മെ ഒഴിഞ്ഞു മാറുന്നവനോ കൈവിടുന്നവനോ ആയ ദൈവമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ വി എ തമ്പിച്ചായൻ തന്റെ ആദ്യകാല അനുഭവങ്ങൾ താൻ പലപ്പോഴും സാക്ഷീകരിക്കാറുണ്ട്. തന്റേതായ അനുഭവ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ഒരിക്കൽ പഴഞ്ഞിയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. താൻ താമസിക്കുന്ന വാടക ഭവനം അത് 3 മാസമായി വാടക കൊടുക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിലാണ് താൻ പഴഞ്ഞിയിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഒരു പ്രത്യേക കൂടിവരവിന്, ഒരു മീറ്റിംഗിന് വേണ്ടി കടന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അന്നത്തെ കാലത്ത് 110 രൂപ തനിക്ക് കിട്ടി. തനിക്ക് വളരെ സന്തോഷമായി. കാരണം 3 മാസത്തെ വാടക കൊടുക്കാമല്ലോ, പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം സന്തോഷിച്ച് അദ്ദേഹം മടങ്ങി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് തെക്കോട്ട് പോകാനുള്ളതായ ട്രെയിൻ കാത്ത് ആ ദൈവദാസൻ നിൽക്കുമ്പോൾ ഒരു അജാനഭാവമായിരിക്കുന്ന വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട ഒരു ദൈവദാസൻ അവിടെ നിൽക്കുകയാണ്. അവിടെ ഒത്തിരി പേര് തിക്കിക്കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇതാരാണെന്ന് ശ്രദ്ധിച്ചു. ഉടനെ ഈ ദൈവദാസനോട് ചോദിച്ചു, നിങ്ങൾ ദൈവദാസനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. എവിടേക്ക് പോവുകയാണ്? ഞാൻ ഗുജറാത്തിന് പോവുകയാണ്. അപ്പോൾ വി എ തമ്പിച്ചാൻ ചോദിച്ചു, ഈ ഗുജറാത്തിന് പോവുകയാണെങ്കിൽ എത്ര രൂപയാ ട്രെയിൻ ചാർജ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ പോകാൻ ടിക്കറ്റ് എടുത്തതല്ലേ? ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് ആ ചാർജ് എത്രയാന്ന് അറിഞ്ഞുകൂടെ? അദ്ദേഹം പറഞ്ഞു, ടിക്കറ്റ് എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? ട്രെയിൻ വരാറായില്ലോ. അദ്ദേഹം പറഞ്ഞു, കാക്ക വരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ കാക്കയുടെ വരവിന് വേണ്ടി ഞാൻ നോക്കി നിൽക്കുകയാണ്. ഈ ദൈവദാസന വി എ തമ്പിച്ചായൻ ട്രാക്ടറൊക്കെ കൊടുത്ത ആൾക്കൂട്ടത്തിലൂടെയൊക്കെ നടന്ന് തിരിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുകയാണ്. വി എ തമ്പിച്ചാൻ ചോദിച്ചു, ആ കാക്ക വന്നോ? അദ്ദേഹം പറഞ്ഞു, വന്നില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അദ്ദേഹം കുറെ നേരം വി എ തമ്പിച്ചാൻ ട്രാക്ടറെ കൊടുത്ത് തിരിച്ച് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കാക്ക വന്നോ? ഉടനെ ആ ദൈവദാസൻ പറഞ്ഞു, വന്നില്ല. ഉടനെ ദൈവാത്മാവ് ഈ ദൈവദാസനോട് ഇടപെട്ടു, ആ കാക്ക നീയാണ്. അദ്ദേഹം ചിന്തിച്ചു, ദൈവമേ, വീട്ടിൽ ചെന്ന് വാടക 3 മാസം കൊടുക്കണം, നിവൃത്തിയില്ലല്ലോ, എങ്ങനെ കൊടുക്കും? ഈ കാശ് ഞാൻ കൊടുത്താൽ പിന്നെ എങ്ങനെ നടക്കും? എങ്കിലും ദൈവാത്മാവിന്റെ ആ പ്രേരണ നിമിത്തം ആ സംഖ്യ ദൈവദാസന് കൊടുത്തേച്ച് പറഞ്ഞു, ട്രെയിൻ വരാൻ പോവുകയാണ്, സുഭാഷ് ഇവിടെ വിളിച്ചു പറയുകയാണ്, അതുകൊണ്ട് വേഗം പോയി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് ആ കാശ് കൊടുത്തു വിട്ടു. അദ്ദേഹം വളരെ ഭാരത്തോടുകൂടെ വേദനയോടുകൂടെയാണ്. കാരണം
വീട്ടിൽ വരുമ്പോൾ വാടക കൊടുക്കണമല്ലോ. അദ്ദേഹം വീട്ടിൽ വന്നതായ സമയത്ത് ആ വാടകക്കാരിയായിരിക്കുന്ന സ്ത്രീ വളരെ ഗൗരവത്തിൽ നിൽക്കുക. 3 മാസമായി വാടക വന്നിട്ട് മര്യാദയ്ക്ക് വാടക വന്നിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുളിച്ച് ഫ്രഷ് ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറഞ്ഞേച്ച് അദ്ദേഹം അകത്ത് കയറി കുളിച്ച ഫ്രഷ് ആയതിനു ശേഷം മുട്ടമേൽ നിന്നു. കർത്താവേ, ഞാൻ ആ സ്ത്രീയോട് എന്താണ് പറയേണ്ടത്? എനിക്ക് യാതൊരു നന്മയുമില്ലല്ലോ, കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സംഭവിച്ച് കേൾക്കണമോ? ആരോ ഒരാള് കോളിബില്ലടിച്ചു. അദ്ദേഹം വിചാരിച്ചു സ്ത്രീയാന്ന് വിചാരിച്ച് വാതിൽ തുറന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും കോളിബില്ലടിച്ചു. അദ്ദേഹം വാതിൽ തുറന്നില്ല. ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വീണ്ടും കോളിബില്ലടിച്ചപ്പോൾ അദ്ദേഹം നിവൃത്തിയില്ലാഞ്ഞിട്ട് വാതിൽ തുറന്നപ്പോൾ പരിചിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ, ചില ആഴ്ചകൾക്ക് മുമ്പ് സാറിന് തരാനായി 300 രൂപ എന്റെ കയ്യിൽ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ എനിക്ക് തരാൻ സാധിച്ചില്ല. ഇന്നാണ് ഞാൻ ഓർത്തത് ആ കാശ് തരിക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ആ വാടകയെല്ലാം കൊടുത്തതിന് ശേഷമായിട്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാന്നക്കണം കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാല്, വഴികളില്ലാതെ ഭാരപ്പെടുമ്പോൾ, ഞരങ്ങുമ്പോൾ നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുവാനൊക്കെയാകണം. ഏത് വഴി നമുക്കെതിരെ കൊട്ടിയടച്ചാലും വഴികൾ തുറക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. അനേക ഭക്തന്മാരുടെ ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആകയാൽ ഇന്ന് സാമ്പത്തികമായ ഞെരുക്കത്തോടുകൂടെ എങ്ങനെ മുൻപോട്ട് പോകണം, എന്റെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ദൈവ പൈതലേ, വ്യക്തമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിനക്ക് വേണ്ടി വഴികൾ തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് നിന്നെ ദൈവം പുകയത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് ശക്തനായ വളരെ പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് തിരിച്ചറിയുക. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമാണ്. ആരും അടയ്ക്കാതെ തുറക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും.